ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിലെ ഓപ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻസിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതർ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ള ഒരു ഏരിയയാണ്. നമ്മൾ ഓൾറെഡി ചില ട്രേഡിംഗ് സ്ട്രാറ്റജീസൊക്കെ പറഞ്ഞു. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു സിംഗിൾ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള സ്ട്രാറ്റജീസ് ആയിരുന്നു. ഇനി ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കമ്പൈൻ ചെയ്തുകൊണ്ടും ട്രേഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള സ്ട്രാറ്റജീസാണ് അതർ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ വരുന്ന 5 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസാണ് സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ, സ്ട്രാപ്പ്, സ്ട്രിപ്പ്, ഓപ്ഷൻ, സ്പ്രെഡ് സ്ട്രാറ്റജി. ഇതിൽ സ്ട്രാഡിൽ എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്ട്രാഡിൽ എന്ന് വിളിക്കുന്നത്. ഇനി ഈ കോൾ ഓപ്ഷനിലെയും പുട്ട് ഓപ്ഷനും സെയിം ആയിരിക്കും. സെയിം വിത്ത് റെസ്പെക്ട് ടു അണ്ടർലൈൻ അസറ്റ്, അതിൻ്റെ എക്സ്പിരേഷൻ ഡേറ്റ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസ്. സോ സ്ട്രൈക്ക് പ്രൈസും എക്സ്പിരേഷൻ ഡേറ്റും എല്ലാം സെയിം ആയിട്ട് വരുന്ന ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. സ്ട്രാഡിൽ 2 തരത്തിലുണ്ട്. ലോങ് സ്ട്രാഡിലും ഉണ്ട്, ഷോർട്ട് സ്ട്രാഡിലും ഉണ്ട്. ലോങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയം വാങ്ങുകയാണെങ്കിൽ അതിനെയാണ് ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. അതേസമയം ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയം വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ് ലോങ് സ്ട്രാഡിൽ. ലോങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയം വാങ്ങുകയാണെങ്കിൽ അതിനെയാണ് ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയം ലോങ് പൊസിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. സോ ആ ഓപ്ഷൻസ്, കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും അണ്ടർലൈൻ അസറ്റ് സെയിം ആയിരിക്കും, എക്സ്പിരേഷൻ ഡേറ്റ് സെയിം ആയിരിക്കും ആൻഡ് സ്ട്രൈക്ക് പ്രൈസും സെയിം ആയിരിക്കും. ദെൻ ലോങ് പൊസിഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം രണ്ടിലും ലോങ് പൊസിഷൻ ആകുമ്പോൾ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി പ്രീമിയം പെയ്ഡ്. അതേസമയം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലോങ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആയിരിക്കും. ഇനി ലോങ് സ്ട്രാഡിൽ ഒരേ സമയം കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വാങ്ങുന്നത് കൊണ്ട് 2 ബ്രേക്ക് ഈവൻ പോയിൻറ്റ്സ് വരും. അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻറ്റും ലോവർ ബ്രേക്ക് ഈവൻ പോയിൻറ്റും. അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് പ്രീമിയം ആയിരിക്കും. അതേസമയം ലോവർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് പ്രീമിയം ആയിരിക്കും. ഈ ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഹൈ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കും. അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നല്ല ചേഞ്ചസ് വരും, പക്ഷേ അത് ഏത് ഡയറക്ഷനിലാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസിലാണ് ലോങ് സ്ട്രാഡിൽ എന്നുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും എന്നറിയാം, പക്ഷെ അത് ഏത് കൂടുകയാണോ കുറയുകയാണോ എന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ലോങ് സ്ട്രാഡിൽ. ദെൻ ലോങ് സ്ട്രാഡിലിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 100 റുപ്പീസാണ്. സോ മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി ഈ 100 രൂപ വാല്യൂ ഉള്ള സ്റ്റോക്ക് അണ്ടർലൈൻ അസറ്റായിട്ട് വരുന്ന ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും ഒരേ സമയം വാങ്ങുകയാണ്. അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് വരുന്നത് 100 രൂപയാണ്, പ്രീമിയം കൊടുക്കുന്നത് 5 രൂപയാണ്. സോ കോൾ ഓപ്ഷൻ വാങ്ങാനും 5 രൂപ പ്രീമിയം കൊടുക്കുന്നു, പുട്ട് ഓപ്ഷൻ വാങ്ങാനും 5 രൂപ പ്രീമിയം കൊടുക്കുന്നു. സോ ടോട്ടൽ പ്രീമിയം പെയ്ഡ് എന്ന് പറയുന്നത് ₹10 ആയിരിക്കും. സോ ഇവിടെ മിസ്റ്റർ എ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ പ്രൈസ് കൂടും അല്ലെങ്കിൽ പ്രൈസ് കുറയും എന്നുള്ളതാണ്. സോ സപ്പോസ് മാർക്കറ്റ് പ്രൈസ്, സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസ് 85 രൂപയായിട്ട് കുറയുകയാണ് കരുതുക. സോ സ്ട്രൈക്ക് പ്രൈസ് 100 ആണ്, സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ എൻ്റെ കയ്യിൽ 2 ഓപ്ഷനുണ്ട്, കോൾ ഓപ്ഷനും ഉണ്ട്, പുട്ട് ഓപ്ഷനും ഉണ്ട്. കോൾ ഓപ്ഷൻ പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ 100 രൂപ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള സ്റ്റോക്ക് സ്പോട്ടിൽ 85 രൂപക്ക് വിൽക്കുമ്പോൾ ആ ഓപ്ഷൻ എക്സ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം പുട്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്യും, കാരണം 85 രൂപ വിലയുള്ള സ്റ്റോക്ക് പുട്ട് ഓപ്ഷൻ പ്രകാരം 100 രൂപക്ക് വിൽക്കാൻ കഴിയും. സോ കോൾ ഓപ്ഷൻ എക്സ്പയർ ചെയ്യുന്നത് വഴി മിസ്റ്റർ എക്ക് 5 രൂപ ലോസ് സംഭവിക്കും. അതേസമയം പുട്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത് വഴി 15 രൂപ, അതായത് 100 മൈനസ് 85 15 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ആ 15 രൂപയിൽ മിസ്റ്റർ എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള, അതായത് ടോട്ടൽ പ്രീമിയം പെയ്ഡ് ആയിട്ടുള്ള
₹10 കുറക്കുമ്പോൾ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ₹5 ആയിട്ട് മാറും. സോ ഇവിടെ ഒരേ സമയം കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഹോൾഡ് ചെയ്തു. പ്രൈസ് കുറഞ്ഞ കാരണം കോൾ ഓപ്ഷൻ എക്സ്പയർ ചെയ്യുകയും പുട്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പ്രോഫിറ്റ് ₹5 ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനി സപ്പോസ് മാർക്കറ്റ് പ്രൈസ് ₹90 ആയി എന്ന് കരുതുക. സോ സ്ട്രൈക്ക് പ്രൈസ് ₹100 ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ സ്പോട്ട് പ്രൈസ് 90 ആണ് എന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ എക്സ്പയർ ചെയ്യും. സോ അവിടുത്തെ ലോസ് എന്ന് പറയുന്നത് ₹5 ആയിരിക്കും. അതേസമയം പുട്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ₹10 പുട്ട് ഓപ്ഷൻ പ്രകാരം പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ആ പ്രോഫിറ്റ് ₹10 നിന്ന് ഈ മിസ്റ്റർ എ കൊടുത്തിട്ടുള്ള ടോട്ടൽ പ്രീമിയം ആയിട്ടുള്ള ₹10 കുറക്കുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് 0 ആകും. സോ അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഈ 90 എന്ന് പറയുന്നതാണ് ഇവിടെ ഡൗൺ സൈഡ് BEP അല്ലെങ്കിൽ ലോവർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അണ്ടർലൈൻ സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്പോട്ട് പ്രൈസ് ₹100 തന്നെയാണ് കരുതുക. സോ സ്ട്രൈക്ക് പ്രൈസ് 100 ആണ്, സ്പോട്ട് പ്രൈസ് 100 ആണ് എന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ പ്രകാരം പ്രോഫിറ്റ് കിട്ടുന്നില്ല, പുട്ട് ഓപ്ഷൻ പ്രകാരം പ്രോഫിറ്റ് കിട്ടുന്നില്ല. കാരണം രണ്ടും കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എക്സ്പയർ ചെയ്യാൻ വിടും. സോ അങ്ങനെ ആകുമ്പോൾ മിസ്റ്റർ എക്ക് ടോട്ടൽ ലോസ് ₹10 ആയിട്ട് മാറും. സോ ഇവിടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ആ ₹10 ആയിരിക്കും. ഇനി ഇൻ കേസ് സ്പോട്ട് പ്രൈസ് 115 ആയി എന്ന് കരുതുക. സോ ₹100 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ 115 ട്രേഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുകയും പുട്ട് ഓപ്ഷൻ എക്സ്പയർ ചെയ്യുകയും ചെയ്യും. സോ കോൾ ഓപ്ഷൻ വഴി ₹100 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള 115 സ്പോട്ട് പ്രൈസ് ഉള്ള സ്റ്റോക്ക് ₹100 വാങ്ങാൻ കഴിയുമ്പോൾ ഒരു ₹15 അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അതേസമയം പുട്ട് ഓപ്ഷൻ എക്സ്പയർ ചെയ്യാൻ വിടുന്നത് വഴി അവിടെ ഒരു ₹5 ലോസ് സംഭവിക്കുന്നുണ്ട്. സോ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ₹5 ആയിരിക്കും. കാരണം 15 മൈനസ് ടോട്ടൽ പ്രീമിയം കൊടുത്തിട്ടുള്ള 10 കുറക്കുമ്പോൾ ബാക്കി പ്രോഫിറ്റ് ₹5 ആയിട്ട് മാറും. ഇനി ലോങ് സ്ട്രാഡിലെ പേ ഓഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ₹100 ആണ് സ്ട്രൈക്ക് പ്രൈസ്. പ്രീമിയം എന്ന് പറയുന്നത് ₹10 ആണ്. ദെൻ 2 ബ്രേക്ക് ഈവൻ പോയിൻ്റിന് നമ്മൾ പറഞ്ഞു, അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻറ്റും ലോവർ ബ്രേക്ക് ഈവൻ പോയിൻറ്റും. അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് പ്രീമിയം ആണ്. സോ 100 + 10 ആകുമ്പോൾ ടോട്ടൽ 110 ആണ് ഇവിടുത്തെ അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് വരുന്നത്. ദെൻ ലോവർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാണുന്നത് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് പ്രീമിയം പെയ്ഡ് ആണ്. സോ 100 മൈനസ് 10 ₹90 ആയിരിക്കും ലോവർ ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ഇനി ഈ ₹90 താഴെയാണ് സ്പോട്ട് പ്രൈസ് വരുന്നത് എന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ പ്രകാരം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അതേസമയം കോൾ ഓപ്ഷൻ പ്രകാരം അവിടെ ലോസ് ആയിരിക്കും. ഇനി ₹90 മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ₹90 പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ₹90 മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും ലോസ് ആയിട്ട് മാറുകയും ₹100 മാക്സിമം ലോസ് എന്ന് പറയുന്നത് ₹10 ആയിരിക്കും. അതായത് ₹100 സ്പോട്ട് പ്രൈസ് ആകുമ്പോൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എക്സ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ രണ്ടിലും കൊടുത്തിട്ടുള്ള പ്രീമിയം എമൗണ്ട് ആയിട്ടുള്ള ടോട്ടൽ ₹10 ലോസ് ആയിട്ട് മാറും. സോ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ലോങ് സ്ട്രാഡിൻ്റെ കേസിൽ ₹10 ആയിരിക്കും, അല്ലെങ്കിൽ പ്രീമിയം കൊടുത്തതായിരിക്കും. ഇനി 100 മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും കോൾ ഓപ്ഷൻ വഴി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. സോ ലോസ് കുറഞ്ഞു വരുന്നു. കാരണം ലോസ് ആകാൻ കാരണം പുട്ട് ഓപ്ഷൻ പ്രകാരം ലോസ് ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. സോ ₹100 മുകളിലേക്ക് പോകും തോറും ലോസ് കുറഞ്ഞു വരികയും 110 പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത സിറ്റുവേഷനിലെത്തുന്നു. ഇനി 110 മുകളിലേക്ക് പോകും തോറും സ്പോട്ട് പ്രൈസ് 110 മുകളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ കോൾ ഓപ്ഷൻ പ്രകാരം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അതേസമയം പുട്ട് ഓപ്ഷൻ പ്രകാരം ലോസ് ആയിരിക്കും. സോ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. സോ 110 മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും പ്രോഫിറ്റായിട്ട് മാറുന്നു. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ലോസ് എന്ന് പറയുന്ന ₹10 ആണ്. അത് സംഭവിക്കുന്നത് സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും ഈക്വൽ ആകുമ്പോഴാണ്. ഇനി സ്പോട്ട് പ്രൈസ് അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻറ്റിനും ലോവർ ബ്രേക്ക് ഈവൻ പോയിൻറ്റിനും ഇടയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ലോസ് ആണ് സംഭവിക്കുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല.
പക്ഷേ 90 റുപ്പീസിൻ്റെ താഴേക്കോ 110 റുപ്പീസിൻ്റെ മുകളിലേക്കോ ആണ് സ്പോട്ട് പ്രൈസ് വരുന്നത് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും ലോങ് സ്ട്രാഡിൽ വഴി കിട്ടുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്ട്രാഡിലാണ് ഷോർട്ട് സ്ട്രാഡിൽ. ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരേ സമയം ഒരു കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും ഷോർട്ട് പൊസിഷനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. സോ ഇവിടെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെയിം സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും, സെയിം അണ്ടർലൈൻ അസറ്റ് ആയിരിക്കും, സെയിം എക്സ്പിരേഷൻ ഡേറ്റ് ആയിരിക്കും. ദെൻ നമുക്കറിയാം ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ റൈറ്ററാണ്. റൈറ്റർക്ക് ഓപ്ഷൻ വഴി എപ്പോഴും ലോസ് ആണ് കൂടുന്നത്. സോ മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോസ് അൺലിമിറ്റഡ് ആയിരിക്കും. അതേസമയം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി പ്രീമിയം റിസീവർ. ഇനി ഷോർട്ട് സ്ട്രാഡിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ബ്രേക്ക് ഈവൻ പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഒരു അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻറ്റും ഒരു ലോവർ ബ്രേക്ക് ഈവൻ പോയിൻറ്റും. അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് പ്രീമിയം റിസീവ്ഡ് ആണ്. ലോവർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് പ്രീമിയം റിസീവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഷോർട്ട് സ്ട്രാഡിലാണെങ്കിലും ലോങ് സ്ട്രാഡിലാണെങ്കിലും ബ്രേക്ക് ഈവൻ പോയിൻ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. സോ ലോവർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് 90യും അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് 110ഉം വരും. സോ 90 റുപ്പീസിനും 110ന് ഇടയിലും സ്പോട്ട് പ്രൈസ് വരുന്ന സിറ്റുവേഷൻസിൽ ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ സ്ട്രൈക്ക് പ്രൈസും സ്പോട്ട് പ്രൈസും ഈക്വലായി വരുന്ന സിറ്റുവേഷനിൽ ഷോർട്ട് പൊസിഷൻ ഗെയിൻ ചെയ്യുന്ന പാർട്ടിക്ക് മാക്സിമം പ്രോഫിറ്റ് ആയിട്ടുള്ള പ്രീമിയം ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ഷോർട്ട് സ്ട്രാഡിൻ്റെ കേസിൽ പേ ഓഫ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് കേസാണ് വരുന്നത്. നേരത്തെ പറഞ്ഞു ഞാൻ 90 റുപ്പീസിനും 110 റുപ്പീസിനും ഇടയിലാണ് സ്പോട്ട് പ്രൈസ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ദെൻ പ്രോഫിറ്റ് കൂടി പോവുകയും അങ്ങനെ മാക്സിമം 10 റുപ്പീസ്, അതായത് ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് എപ്പോഴും പ്രോഫിറ്റ് ലിമിറ്റഡ് ആയിരിക്കും. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അയാൾക്ക് കിട്ടിയിട്ടുള്ള പ്രീമിയം എമൗണ്ട് ആയിരിക്കും. സോ 100 റുപ്പീസ്, അതായത് സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും ഈക്വൽ ആകുന്ന കേസിലാണ് ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. അത് 10 റുപ്പീസാണ്, അതായത് പ്രീമിയം റിസീവ്ഡ് ആണ്. സോ 90 റുപ്പീസിനും 110ൻ്റെയും ഇടയിൽ സ്പോട്ട് പ്രൈസ് വരുന്ന കേസിലൊക്കെ ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി 90 റുപ്പീസിൻ്റെ താഴെയാണ് സ്പോട്ട് പ്രൈസ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് ലോസ് ആയിരിക്കും. അതുപോലെ തന്നെ 110ൻ്റെ മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും ലോസ് കൂടിക്കൊണ്ടിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് നമുക്കറിയാം എപ്പോഴും പ്രോഫിറ്റ് ലിമിറ്റഡും ലോസ് അൺലിമിറ്റഡും ആയിരിക്കും. ഇത് ഈ ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നത് നേരെ ലോങ് സ്ട്രാഡിൽ ഓപ്പോസിറ്റ് കേസാണ് വരുന്നത്. അതായത് ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടി ലോസ് ആയിരിക്കും. ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് ലോസ് ആണെങ്കിൽ അത് ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിക്ക് ലോസ് ആണെങ്കിൽ അത് ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പാർട്ടിയുടെ പ്രോഫിറ്റ് ആയിരിക്കും. സോ ഷോർട്ട് സ്ട്രാഡിൻ്റെയും ലോങ് സ്ട്രാഡിൻ്റെയും പേ ഓഫ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രാഡിൽ ഇത്രയേ ഉള്ളൂ. ഒരേ സമയം ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട്, ഷോർട്ട് സ്ട്രാഡിലും ഉണ്ട്, ലോങ് സ്ട്രാഡിലും ഉണ്ട്. കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും ഒരേ സമയം ലോങ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അതിന് ലോങ് സ്ട്രാഡിൽ എന്ന് പറയും. അവിടെ പ്രോഫിറ്റ് അൺലിമിറ്റഡും ലോസ് ലിമിറ്റഡും ആയിരിക്കും. അതേസമയം പുട്ട് ഓപ്ഷനിലും കോൾ ഓപ്ഷനിലും ഒരേ സമയം ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അതാണ് ഷോർട്ട് സ്ട്രാഡിൽ. ഇവിടെ പാർട്ടിക്ക് പ്രോഫിറ്റ് ലിമിറ്റഡും ലോസ് അൺലിമിറ്റഡും ആയിരിക്കും. ഓക്കെ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു.